ലേറ്റസ്റ്റ് ആയിട്ട് രഞ്ജിനി ഹരിദാസ് ഉണ്ടെങ്കിൽ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജാൻമണിക്കെതിരെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ ജാൻമണി ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല CJPയുടെയൊക്കെ പ്രൊട്ടസ്റ്റ് നടന്ന ആ ഒരു സമയത്തുണ്ടെങ്കിൽ ഈ ഒരു ജാൻമണി അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, അതിന് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് പ്രധാനമന്ത്രിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ കണക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചത് ഈ വർഷമാണ്. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യമേ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആരാന്ന് കണ്ടുപിടി എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ആരോപണം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ പ്രശ്നമാവുകയും ഈ ഒരു ജാൻമണിക്കെതിരെ കേസും കാര്യങ്ങളും എടുക്കുന്ന വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് ഈ ഒരു രഞ്ജിനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. രഞ്ജിനിയുടെ അടുത്ത ഫ്രണ്ടാണ്. അതുപോലെ തന്നെ ആ ഒരു പ്രൊട്ടസ്റ്റിൽ രഞ്ജിനി മെയിനായിട്ട് പങ്കെടുത്ത ഒരാളാണ്. അപ്പം രഞ്ജിനി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം എൻ്റെ ഫ്രണ്ട് കൂടിയാണ്, പക്ഷേ ആ ഒരു പറഞ്ഞ കാര്യം ഒട്ടും ശരിയായിട്ടുള്ളതല്ല. ഞാൻ അവളെ വിളിച്ചതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാർഷായിട്ട് തന്നെയാണ് ഞാൻ അവിടുത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു കാര്യം ആ സമയത്ത് ഈ ഒരു ജാൻമണി രഞ്ജിനിയുടെ അടുത്ത് പറഞ്ഞു, ഞാനിത് കണക്ക് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ അത് സത്യമാണ് എന്ന് വിശ്വസിച്ചാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു ജാൻമണി ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു രഞ്ജിനി അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ആരും ആരുടെയും ഫാമിലിയെ പറ്റി പറയുകയൊന്നും ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്കെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസിലോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളോട് വിയോജിപ്പുണ്ടായിരിക്കും. പക്ഷേ എന്ന് പറഞ്ഞ് ഫാമിലിയൊക്കെ എടുത്തിടുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് രഞ്ജിനി പറഞ്ഞിട്ടുണ്ടായിരുന്നത്.